ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും തിക്തഫലങ്ങൾ ലോകം ഇക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാന നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ രാജ്യം വളരെയധികം മുന്നേറിയതായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശക്തമായ നയരൂപീകരണത്തിലൂടെ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം വരും വർഷങ്ങളിൽ വൻതോതിൽ ഉയരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. മേപ്പാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായവർക്ക് നിയമസഭ ആദരാഞ്ജലി അർപ്പിച്ചു. ഐസിസി വനിതാ ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും തിക്തഫലങ്ങൾ ലോകം ഇക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ വെല്ലുവിളികളെ നേരിടുക നാം ഓരോരുത്തരുടെയും കടമയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ കർമ്മ പരിപാടിയിൽ പങ്കുചേരണമെന്നും രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ആത്മീയതയിലൂടെ ആരോഗ്യകരമായ സമൂഹം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള ഉച്ചകോടി രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാകൂ എന്നും ശ്രീമതി മുർമു ചടങ്ങിൽ പറഞ്ഞു. ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് 4 ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ 90 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കജ് അഗർവാൾ പറഞ്ഞു. ഒറ്റഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 1031 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. 2 കോടിയിലേറെ വോട്ടർമാരാണ് ഹരിയാനയിൽ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 20,632 പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീർ, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം ഈ മാസം 8-ന് നടക്കും. പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണ മേഖലയിൽ രാജ്യം വളരെയധികം മുന്നേറിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഗുണഫലങ്ങൾ ഇന്ത്യ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ്. അഴിമതിയിലും ചുവപ്പ് നാടയിലും കുടുങ്ങി സ്വകാര്യ മേഖലയ്ക്ക് വളരാൻ സാധിക്കാത്ത അവസ്ഥയല്ല ഇന്ന് രാജ്യത്തുള്ളത്. പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചുവെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ പ്രതിരോധ ഉപകരണ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിൽ അടുത്ത 5 വർഷത്തിനിടെ $2000 വർധനയുണ്ടാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതിശീർഷ വരുമാനം $2730 75 വർഷമെടുത്തതായും എന്നാൽ ശക്തമായ നയരൂപീകരണത്തിലൂടെ വരും വർഷങ്ങളിൽ പ്രതിശീർഷ വരുമാനത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോണമിക് ഗ്രോത്തും സംയുക്തമായി സംഘടിപ്പിച്ച കൌടില്യ സാമ്പത്തിക കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി സീതാരാമൻ. India's creditable economic performance in the recent decade was underscored by its leapfrog from the 10th to the 5th largest economy in a matter of 5 years. Sustained high growth rates and maintained inflation well within the comfortable range was the challenge before us, and we are performing to our best of abilities. While it took us 75 years to reach a per capita income of $2,730 as per IMF projections, it will take only 5 years to add another $2,000. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം കൌടില്യ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. മേപ്പാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് നിയമസഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ജീവിതം നൽകാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതർക്കായി സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിലങ്ങാട് ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സഭ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിലെ മേപ്പാടിയിലും കോഴിക്കോട്ടെ വിലങ്ങാടിലും ഉണ്ടായ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു.
മേപ്പാടി വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുതെന്നും മാതൃകാപരമായ ദുരിതാശ്വാസ പ്രവർത്തനമാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ചരമോപചാരം അർപ്പിച്ച ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും 2 പ്രധാന പദ്ധതികൾക്ക് കീഴിലാക്കാനുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രധാൻമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷോന്നതി യോജന എന്നിവയാണ് ഈ പദ്ധതികൾ. ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ എണ്ണകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യത്തിനും അംഗീകാരമായി. പ്രാഥമിക എണ്ണക്കുരു ഉൽപാദനം 2030-31 69.7 ദശലക്ഷം ടണ്ണായി ഉയർത്താനാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. മറാഠി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2004 മുതലാണ് 1000-ലേറെ വർഷം പഴക്കമുള്ളതും തനിമയും സാഹിത്യ പാരമ്പര്യവുമുള്ള ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി 2ാം ഘട്ടത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ ഉൽപാദന ബന്ധിത ബോണസിനും അംഗീകാരമായി. മറാഠി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിൽ സന്തോഷം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈ മെട്രോ 2ാം ഘട്ടത്തിന് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചെന്നൈ നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുമെന്നും സുസ്ഥിരതയും സാമ്പത്തിക വളർച്ചയും പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 1968 നടന്ന സൈനിക വിമാന അപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഉച്ചയ്ക്ക് 2-നാണ് സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. 56 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ സൈനികൻ തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് സൈന്യത്തിന്റെ പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ജന്മനാടായ ഇലന്തൂരിൽ ഇന്ന് രാവിലെ 10:15 എത്തി. അദ്ദേഹത്തിന്റെ ഇലന്തൂർ ഭഗവതിക്കുന്ന് ഒടാലിൽ വീട്ടിൽ എത്തിച്ചു. 12:40 വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലും തുടർന്ന് സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ സംസ്കാര ചടങ്ങുകളും നടക്കും. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ്യ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ സിബിഐ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. സിബിഐ ഉദ്യോഗസ്ഥർ, ആന്ധ്രാപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ 5-അംഗ അന്വേഷണ സംഘത്തെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിഷയത്തിൽ കോടതി ഉത്തരവുകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി കർശന നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടക്കും. നേരത്തെ ഡിസംബർ 3 മുതൽ 7 വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നാഷണൽ അച്ചീവ്മെന്റ് എക്സാം ഡിസംബർ 4-ന് നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത്. ഇതനുസരിച്ച് സ്കൂൾ, ഉപജില്ല, ജില്ലാതല മത്സരങ്ങളും മാറും. സ്കൂൾതല മത്സരങ്ങൾ ഒക്ടോബർ 15-നകവും ഉപജില്ലാതല മത്സരങ്ങൾ നവംബർ 10-നകവും ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ 3-നകവും പൂർത്തിയാക്കും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7:30-ന് ദുബായിലാണ് മത്സരം. ഉച്ചതിരിഞ്ഞ് 3:30-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും തിക്തഫലങ്ങൾ ലോകം ഇക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാന നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ രാജ്യം വളരെയധികം മുന്നേറിയതായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശക്തമായ നയരൂപീകരണത്തിലൂടെ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം വരും വർഷങ്ങളിൽ വൻതോതിൽ ഉയരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. മേപ്പാടി, വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായവർക്ക് നിയമസഭ ആദരാഞ്ജലി അർപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.